നമസ്കാരം, ഞാൻ കൃഷ്ണദാസ്. ബജരംഗി മീഡിയയിലേക്ക് അവർക്കും സ്വാഗതം. രാമായണ മാസത്തോടനുബന്ധിച്ച് തൃപ്രയാർ മേൽശാന്തി ശ്രീ രവി തിരുമേനിയുമായി ബജരംഗി മീഡിയ നടത്തിയ ഒരു അഭിമുഖം. നമസ്കാരം. ഇപ്പോൾ ചൊവ്വാഴ്ച കർക്കിടക മാസം 1-ാം തീയതി തുടങ്ങുകയാണ്. തുടർച്ചയായിട്ട് 32 ദിവസം രാമായണ മാസമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് ഇവിടുത്തെ തൃപ്രയാർ അമ്പലത്തിലെ മേൽശാന്തി രവി തിരുമേനി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകൾ, സാധാരണ കർക്കിടകത്തിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും, അതെന്തുകൊണ്ടാണ് അങ്ങനെ, എന്തെല്ലാമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഈ കാലഘട്ടത്തിൽ നടത്താറ്, അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് തേവർക്ക് എന്തെങ്കിലും ഈ ഒരു മാസവുമായി ബന്ധപ്പെട്ട പ്രത്യേകതയുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. പ്രധാനമായിട്ട് മറ്റ് ക്ഷേത്രങ്ങളിൽ വിട്ട് പ്രത്യേകത വരാനുള്ള കാരണങ്ങൾ അനവധിയുണ്ട്. അപ്പോൾ അതായത് ആദ്യത്തെ തന്നെ പ്രതിഷ്ഠാ സങ്കല്പം, ചക്രവർത്തിയായിട്ടുള്ള പ്രതിഷ്ഠ വേറെ എവിടെയില്ല. അപ്പോൾ ചക്രവർത്തിയായിട്ടുള്ള പ്രതിഷ്ഠയോട് കൂടി തന്നെ ത്രിമൂർത്തി ചൈതന്യമുണ്ട്. ഈ 3 പേരുടെ ശക്തിയുമുണ്ട്, ശ്രീരാമനിലുണ്ട്. അതാണ് അതിൻ്റെ പൂർണ്ണത. പിന്നെ എപ്പോഴും ശ്രീരാമൻ്റെ വിഗ്രഹത്തിന് തന്നെ ഒരു ധർമ്മം നടത്തും, മറ്റുള്ളവരില്ല. അത്രയും പൂർണ്ണതായിട്ടുള്ള വിഗ്രഹമാണ് ശ്രീരാമസ്വാമി. അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ശ്രീഭൂമിയോട് കൂടി തന്നെ ഓടിക്കണം, ശ്രീ ഭഗവതി ഭൂമി ഭഗവതി കൂടിയിട്ടിരിക്കണം. പൂജാവിധികളൊക്കെ ഒരു എന്താ പറയുക, 5 പൂജകൾ, 3 ശിവലി, 2 നേരം ആനപ്പുറത്ത് വേണം. അതിനൊക്കെ നിഷ്കർഷണ മഹാക്ഷേത്രമാണ്, ചക്രവർത്തിയായിട്ടുള്ള ഭാവമാണ്, എല്ലാം ആ ചക്രവർത്തിയുടെ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൗഢിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രാധാന്യം. ഈ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച വിഗ്രഹമാണ്. അപ്പോൾ ഒരു യുഗത്തിൽ ആ ഒരു ദേവനാൽ ആരാധിച്ച വിഗ്രഹം എന്നാണ് പറയുക. അത് വേറെ എവിടെയും കാണാൻ സാധിക്കും. കാരണം ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠകൾ ധാരാളം ഉണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹം തന്നെ നമുക്ക് അതൊരു പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സാധിക്കാനുള്ള അപൂർവം. അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. പിന്നെ ഒരു പുണ്യനദിയായിട്ട് ഒരു ശ്രീപ്രിയ എന്ന പുണ്യനദി നേരെ അഭിമുഖമായിട്ട് ഒഴുകുക, അതും പ്രത്യേകതയാണ്. പിന്നെ ആ ദേവന്റെ പ്രൗഢി ഏറ്റവും കണക്കാക്കുന്നത് ഇപ്പോൾ നമ്മളെ ഒരു ദേവസംഘം എന്ന് പറയും, ആറാട്ടുപുഴ പോയി. അവിടെയാണ് ശരിക്കും ഈ ഒരു ചക്രവർത്തിയായിട്ടുള്ള ദേവന്റെ യാത്രയും സ്വീകരണങ്ങളും പ്രൗഢിയും ഒക്കെ ശരിക്കും അവിടെ അങ്ങോട്ടാണ് നമ്മളെത്തും. കാരണം 30 കോടി ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുന്ന ഭാരതത്തിലെ ഒരേ ഒരു സംഘമാണ്, ദേവസംഘം. വേറെ എവിടെയില്ല അങ്ങനെ. അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രീരാമസ്വാമി അവിടെ ചെന്നാലേ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു സംഘമാവുക, അതൊരു പ്രത്യേകതയാണ്. ഇപ്പം രാമായണത്തിൽ അപ്പം ഈ രാമായണ മാസം ശരിക്കും പറയും 4 ദശരഥപുത്രന്മാരെ ഒരു ദിവസം തൊഴുകാന്ന് പറയും. അപ്പം അത് തൃപ്രയാർ, കുടൽമാണിക്യം, മൂഴിക്കുളം, പായമൽ, അങ്ങനെയാണ് അതിൻ്റെ ഒരു യാത്ര, അതിൻ്റെ ദർശനം വേണ്ടത്. അതിൽ നമ്മൾ സാധാരണ ജന്മാന്തര ദുരിതങ്ങൾ തീരാനും കാര്യസാധ്യമൊക്കെ പറയും. അപ്പം അത് പൂർവികമായിട്ട് തന്നെ ഇങ്ങനെ ധാരാളം വരാറുണ്ട്. പക്ഷെ അത് പിന്നീടാണ് അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയതും ഈ ഒരു മാസം മുഴുവൻ തിരക്കായി മാറി. അപ്പോൾ വെടിക്ക് പ്രാധാന്യം, ഈ ക്ഷേത്രത്തിൽ വഴിപാടുകൾക്ക് എന്തെങ്കിലും പ്രാധാന്യം വേണം. അത് വെടിക്ക് പ്രാധാന്യം, മീനൂട്ടിന് പ്രാധാന്യം. ഈ വെടി പ്രാധാന്യം എന്ന് വരുന്നത് എപ്പോഴും ഒരു പ്രധാന വിഷയത്തിലേക്ക് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ തൃപ്രയാർക്ക് ഒരു വെടി ഉപയോഗിക്കാൻ പറ്റും. അത് വിശേഷമായിട്ടുള്ള പ്രാധാന്യം. അപ്പോൾ ഹനുമാൻ ലങ്കയിൽ പോയി വന്നതിന് ശേഷം ശ്രീരാമസ്വാമിയുടെ കണ്ടേൻ സീതയെ എന്ന് പറയുന്ന ഒരു ധ്വനിയാണ് ശരിക്കും വെടിയായി മാറിയത്. അതേപോലെ മീനൂട്ട് മത്സ്യാവതാര സങ്കല്പമായിട്ട് അത് അങ്ങനെ വന്നത്. അപ്പോൾ ഈ സേതുബന്ധനം അങ്ങനെയുള്ള കുറേ രാമായണത്തിൽ ശ്രീരാമസ്വാമിയോട് ബന്ധപ്പെട്ട് കാണുന്ന ഒരുവിധം എല്ലാ ചടങ്ങുകളും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഭാരതത്തിലെ ഈ ക്ഷേത്രത്തിന് ഇത്രയും പ്രാധാന്യം വന്നത്. ഇങ്ങനെയുള്ള ഈ ചടങ്ങുകൾ വേറെ എവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ സേതുബന്ധനായാലും അല്ലെങ്കിൽ ഈ കണ്ടേൻ സീതയെ എന്നുള്ള സങ്കല്പങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മണ്ഡലം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പൂർവികമായിട്ട് ഇപ്പോൾ ഇവിടെ ശാസ്താക്ഷേത്രമായിരുന്നു. അത് പിന്നീട് അദ്ദേഹം അത് ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി മാറിയിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നെ ഗോശാലകൃഷ്ണൻ അകത്ത് ഇപ്പോൾ നമ്മൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീഭൂമി ഉണ്ടെങ്കിലും ഒരു വൈഷ്ണവ സങ്കല്പം അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ ദക്ഷിണാമൂർത്തി ഗണപതി ചക്രവർത്തി, അത് ആ ശൈവാംശത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ് പറയുക. ശ്രീരാമനിലുള്ള ശിവന്റെ പ്രാധാന്യം, ഈ ശിവന്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് നമ്മൾ വൃശ്ചികമാസത്തിലെ കറുത്ത പക്ഷത്തെ ഏകാശി. സാധാരണ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊക്കെ ഏകാശി വെളുത്ത പക്ഷമാകുക. പക്ഷെ
നക്ഷത്രപ്രകാരം മാത്രം കറുത്ത പക്ഷം. അതാ ശിവന്റെ ശക്തിയുടെ ചെയ്തി, ദേവന്റെ പ്രവൃത്തി എല്ലാവരും പെടുന്ന അർത്ഥം. അങ്ങനെയാണ് സാധാരണ പറയുക. ഇത്രയുമാണ് ഈ ചടങ്ങുകൾ. ഇനി രാമായണ മാസത്തിൽ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ദർശനം കൊടുക്കുക അല്ലെങ്കിൽ വഴിപാടുകൾ, സാധാരണ വഴിപാട് മഹാഗണപതി മാനയൂട്ടുണ്ട്, പ്രത്യേകമായിട്ട് നിവേദ്യങ്ങളുണ്ട്. കൂടുതലായിട്ട് ഭക്തർക്ക് തൊഴാനുള്ള സമയം കൊടുക്കുക എന്നതിന് പറയാം. രാമായണം വായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും വേണ്ടത്. അപ്പോൾ ഒരു ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു ദേവനെ ആരാധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാസം മുഴുവൻ. ഒരു മാസം മുഴുവൻ പോരാ, എന്നും പ്രാർത്ഥിക്കണം. എങ്കിലും അത്രയും എന്താ പറയുക, ധർമ്മിഷ്ഠൻ എല്ലാ കാര്യങ്ങളിലും. അതാണ് ആ ശ്രീരാമന്റെ അവതാരം തന്നെ പൂർണ്ണാവതാരമായിട്ടുള്ള ശ്രീരാമൻ. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ശ്രീരാമനെ നമ്മൾ ഭജിക്കണം എന്ന് പറയാൻ കാരണം. പിന്നെ മണ്ഡപത്തില് ഹനുമാന്റെ സാന്നിധ്യം, അത് വളരെ ശക്തിയായിട്ടുള്ള സാന്നിധ്യമാണ്. അതേപോലെ ദേവന്റെ വലതുഭാഗത്തായിട്ട് സങ്കല്പമായിട്ട് ചാത്തൻ സ്വാമിയുടെ ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കണം ശ്രീരാമസ്വാമി പ്രാർത്ഥിച്ച് അവണ്ണാക്കിടുക, അത്രേ പതിവുള്ളൂ. ഇതൊക്കെയാണ് പ്രധാന വഴിപാടുകൾ. പിന്നെ ഈ ക്ഷേത്രവും ഈ ചാത്തന്റെ അമ്പലങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധം സാധാരണ ഇപ്പോ നിലനിൽക്കണം. അങ്ങനെ ഇപ്പോ അവിടെ ആയിട്ടൊക്കെ ഒരു ചെറിയ ബന്ധങ്ങൾ പറയാറുണ്ട്. ഇപ്പോ മറ്റുള്ള ചാത്തന്മാര അമ്പലമായാലും അത് ഒക്കെ ഈ ശ്രീരാമസ്വാമിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് ഇവിടത്തെ നട അടച്ചതിന് ശേഷമാണ് ആ ക്ഷേത്രങ്ങളിലെ കാര്യവാക്ക് നടത്തണമെന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം? അത് പ്രധാനമായിട്ട് സങ്കല്പത്തിന്റെ പ്രാധാന്യം ഇവിടെ ഉണ്ട്. ശ്രീരാമന്റെ ഒരു എന്താ പറയാ, അനുയായി അല്ലെങ്കിൽ പോരാളി എന്നുള്ളൊരു സങ്കല്പ ചാത്തൻ കൊടുക്കുന്നു. ആ ഒരു സങ്കല്പ പ്രാധാന്യം വെച്ചാണ് അവിടെയൊക്കെ പ്രതിഷ്ഠ വന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ 12 മണിക്ക് ശേഷം നടടച്ച് വെടി പൊട്ടിയതിന് ശേഷം അവിടെ തുള്ളി തുടങ്ങും. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതിപ്പോ അവരിപ്പോ എല്ലാവരും ഈ ശ്രീരാമസ്വാമിയായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാവരും ഒന്ന് തൊഴും, വഴിപാടൊക്കെ കഴിക്കും. അപ്പൊ ആ ഒരു ബന്ധം ഒരു ക്ഷേത്രമായിട്ട് നിൽക്കുന്നുണ്ട്, സംഗീതമായിട്ട് നിൽക്കുന്നുണ്ട്. അത്ര തന്നെയുള്ളൂ. പിന്നെ കൂടുതൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് പറയില്ല. ബന്ധമുണ്ടെന്നുണ്ട് ശ്രീരാമസ്വാമിയായിട്ട് ചാത്തൻ സങ്കല്പമുണ്ട്. അവരായിട്ട് ഇവിടെ വന്ന് ദർശനം നടത്തിയിട്ട് ആവണങ്ങാട് മലയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുമ്പോൾ കൂടുതൽ ഗുണപ്രദമാകുന്ന ഇവിടെ തൊഴുതിന് ശേഷം അപ്പൊ ആദ്യം ഇവിടെ തൊഴുതിട്ട് ദേവർക്ക് പ്രാർത്ഥിച്ച് എന്നിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ പോയി തൊഴിൽ അങ്ങനെയാണ്. അപ്പൊ ഏകദേശം ഇവിടുന്ന് ഇപ്പൊ എന്തായാലും 12 മണി കഴിഞ്ഞ് അടച്ചതിന് ശേഷം അവിടെ തൊഴിലൊക്കെ ഉണ്ടാവും. പിന്നെ അതാണ് അതിൽ കൂടുതൽ ഉത്തമം, നല്ലതാണ്. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ശ്രീരാമസ്വാമിയുടെ പാദത്തിൽ സമർപ്പിക്കും. ഭഗവാൻ തന്നെ.